ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് ഇഫ്താറിനും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയൊക്കെ സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചീസ് ചിക്കൻ ബോക്സിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിത് അവിടെ ഒരു മിക്സിൻ്റെ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 സവാളയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മല്ലിയില. ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കടായിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അതിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരുന്ന സമയത്തേക്ക് അതെല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് പെരി പെരി മസാലയാണ് കേട്ടോ. അത് 1 ടീസ്പൂൺ പെരി പെരി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലയിലുള്ള ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ ഇതാ ചെറുതായിട്ട് കൈകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ പിച്ചി എടുത്തതാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് സമൂസൻ്റെ ഷീറ്റാണ് കേട്ടോ. സമൂസൻ്റെ ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് അതിലേക്ക് മൈദ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഒരു ഷീറ്റും കൂടെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വേണ്ടത് മൊസറല്ല ചീസാണ്. അത് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള 2 സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അതിൻ്റെ 2 സൈഡിലും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ബാറ്റർ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ള ഫില്ലിങ്സും ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം.
ഇത് ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കട്ട് ചെയ്യാതെയും വേണമെങ്കിൽ 4 സൈഡ് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം നായി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ആ ഓയിലിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇനി എല്ലാം ഇതുപോലെ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ചീസ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോട്ടോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മറന്നു പോകും.